ഹായ് ഓൾ. ഇന്നത്തെ വ്ളോഗ് ഞാനൊരു ഇൻ്റർനാഷണൽ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോയ കഥയാണ് കേട്ടോ. മറ്റെവിടെയും വെച്ചല്ല, എൻ്റെ സ്വന്തം ക്യാമ്പസിൽ വെച്ച് തന്നെയായിരുന്നു. വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ഈ ഇൻ്റർനാഷണൽ സെമിനാർ ഓർഗനൈസ് ചെയ്തിരുന്നത്. 2 ദിവസമായിട്ടായിരുന്നു നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡേ 1 ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും സെമിനാർ നടക്കുന്ന ഹാളിലെത്തി. നേരെ പോയത് രജിസ്ട്രേഷൻ ഡെസ്കിലേക്കായിരുന്നു. അവിടെ ആ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയിരുന്ന് 1-2 ലീഡ് ടോക്സ് ഒക്കെ കേട്ടു. അതിനുശേഷം പിന്നീട് പോയത് പോസ്റ്റർ പ്രസൻറ്റേഷൻ ഏരിയയിലേക്കായിരുന്നു. അവിടെ കുറേയധികം പോസ്റ്റേഴ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ സെമിനാർ 4 തീമുകളിലായിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. ഓരോ തീമുകളിലും പോസ്റ്റർ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ഓറൽ പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരു പോസ്റ്റർ പ്രസൻറ്റേഷൻ. പക്ഷേ അത് ഡേ 2-ലായിരുന്നു. അപ്പം ഡേ 1-ലെ പോസ്റ്റേഴ്സൊക്കെ ജസ്റ്റ് ഞങ്ങളൊന്ന് നടന്ന് കാണുമായിരുന്നു. അങ്ങനെ പോസ്റ്റേഴ്സൊക്കെ നടന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടീ ബ്രേക്കായി. അങ്ങനെ നേരെ ചായ കുടിക്കാനായിട്ട് പോയി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഐഡിയ തോന്നി, നമുക്ക് സെമിനാറിന് കിട്ടിയ ബാഗ് ഒന്ന് അൺബോക്സ് ചെയ്താലൊന്നു. നല്ല അടിപൊളി ഒരു ബാഗായിരുന്നു കേട്ടോ. ഇത് നമുക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്തിരുന്നത് ശരണ ചേച്ചിയാണ്. അപ്പോൾ ആദ്യം എടുത്തത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കാർഡായിരുന്നു. പിന്നെ അതിനുശേഷം നല്ലൊരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് സെമിനാറിനിടാൻ വേണ്ടിയിട്ടുള്ളൊരു ID കാർഡ് ഉണ്ടായിരുന്നു ഡെലിഗേറ്റ്സിന്. പിന്നെ അതിനോടൊപ്പം ഫുഡ് കൂപ്പൺ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു പേനയും. ഇത്രയായിരുന്നു നമുക്ക് ഈ സെമിനാർ ബാഗിലുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമായി. അങ്ങനെ ഫുഡ് കൂപ്പൺ എടുത്ത് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ലാബിൽ കുറച്ച് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പം ഇൻ ബിറ്റ്വീൻ ഒന്ന് ലാബിൽ നിന്ന് ഓടി സെമിനാർ നടക്കുന്നിടത്തേക്ക് വരുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോസ്റ്റർ പ്രസൻറ്റേഷൻ ഏരിയയിലേക്ക് പോയി. എൻ്റെ കൂടെയുള്ള സീനിയർ ചേച്ചിക്ക് ഇന്നായിരുന്നു പ്രസൻറ്റേഷൻ. അപ്പം ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം കമ്പനിയൊക്കെ അടിച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും ലാബിലേക്ക് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രിയിൽ ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ വക കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഡേ 1 അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.